ക്രൈസ്തവ വിശ്വാസം തള്ളി പറയാത്തതിന്റെ പേരിൽ ബൊക്കോ ഹറാം തീവ്രവാദികളുടെ തടവിൽ കഴിയുന്ന നൈജീരിയൻ ബാലിക ലീ ഷരീബുവിന്റെ 16ാം പിറന്നാൾ ദിനം ലോകത്തിന്റെ പ്രാർത്ഥനാ ദിനം കൂടിയായി മാറി. കഴിഞ്ഞ ഒരു വർഷത്തിലേറെ കാലമായി തീവ്രവാദികളുടെ തടവിൽ വിശ്വാസത്തിന്റെ പ്രതിരോധ സാക്ഷ്യമുയർത്തിയ ലീ ഷരീബിനായി യൂറോപ്പിലും അമേരിക്കയിലും നൈജീരിയയിലും പ്രാർത്ഥനകൾ നടന്നു. 2018 ഫെബ്രുവരിയിലായിരുന്നു ലീ ഷരീബു എന്ന ബാലികയുടെ ജീവിതത്തെ മാറ്റിമറിച്ച സംഭവം നടന്നത്. ഡാപ്പാച്ചിയിലുള്ള ഗവൺമെന്റ് ഗേൾസ് സയൻസ് ടെക്നിക്കൽ കോളേജിൽ ആഹ്ലാദിച്ചു നടന്നിരുന്ന ലീ ഷരീബുവിനെയും കൂട്ടുകാരെയും അന്ന് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി. 100-ലധികം കുട്ടികളെയാണ് അന്ന് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത്. ഇവരെല്ലാവരും സ്കൂളിൽ തിരിച്ചെത്തി. എന്നാൽ ലീ ഷരീബുവിനെ മാത്രം തീവ്രവാദികൾ വിട്ടയച്ചില്ല. തോക്കുകൾക്കും പീഡനങ്ങൾക്കും തടവറയ്ക്കും മുന്നിൽ തന്റെ വിശ്വാസത്തെ തള്ളിപ്പറയാതെ നിന്ന ആ 15-കാരിയെ അവർ വിട്ടയച്ചില്ല. ലോകമെങ്ങു നിന്നും ലീ ഷരീബുവിന്റെ മോചനത്തിനായി മുറവിളി ഉയർന്നു. മകൾക്ക് വേണ്ടിയുള്ള യാചനയുമായി ലീ ഷരീബുവിന്റെ അമ്മയും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. നൈജീരിയൻ സർക്കാരും നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയെങ്കിലും 1 വർഷം പിന്നിട്ടെങ്കിലും ലീ ഷരീബു ഇപ്പോഴും തീവ്രവാദികളുടെ തടവിൽ തന്നെ കഴിയുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ലീ ഷരീബുവിന്റെ 16ാം പിറന്നാൾ. ജന്മദിനത്തോടനുബന്ധിച്ച് ലീ ഷരീബുവിന്റെ മോചനത്തിനായി യൂറോപ്പിലും അമേരിക്കയിലും നൈജീരിയയിലും പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. UK-യിലെ നൈജീരിയൻ ഹൈക്കമ്മീഷന്റെ മുന്നിലും പ്രാർത്ഥനകളും പ്രതിഷേധങ്ങളും അരങ്ങേറി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്യാന ന്യൂസ്.